ശിക്ഷാവിധിയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജനം പ്രതീക്ഷിച്ച ശിക്ഷയല്ല ഇത്. കേരളം പ്രതീക്ഷിച്ചിരുന്നത് പരമാവധി ശിക്ഷ പ്രതികൾക്ക് ലഭിക്കുമെന്നായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ വന്നിരിക്കുന്ന വിധി മിനിമം ശിക്ഷയാണ്. അതിന് കാരണമെന്താണ്, മറ്റു കാര്യങ്ങളൊക്കെ വിധി പൂർണ്ണമായും വിധി പകർപ്പ് പുറത്തു വന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ പറയാൻ കഴിയുള്ളൂ. ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ യഥാർത്ഥത്തിൽ പിന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു മെസ്സേജാണ് നിയമത്തിൽ നിന്ന് സമൂഹത്തിനുണ്ടാകേണ്ടത്. അത് പരമാവധി ശിക്ഷ നൽകുന്നതിലൂടെയും അതോടൊപ്പം തന്നെ പഴുതടച്ച് ഒരാളും അതിനകത്ത് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിച്ച എല്ലാവരെയും ശിക്ഷിക്കുന്നതിലൂടെയുമൊക്കെയാണ് നിയമം പൂർണ്ണമായി ഡെലിവർ ചെയ്യപ്പെട്ടു, നീതി ഡെലിവർ ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുക. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഗവൺമെൻറ് നേരത്തെ തന്നെ ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വിധി പഠിച്ചതിന് ശേഷം ഗവൺമെൻറ് ഇത് സംബന്ധിച്ച് അപ്പീൽ പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്പീലിൽ പ്രതീക്ഷയർപ്പിക്കാം. അതിജീവിതയ്ക്കൊപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പിന്തുണ പ്രഖ്യാപിക്കാം എന്ന് മാത്രമേ ഇപ്പോഴത്തെ പറയാനുള്ളൂ. ശിക്ഷാവിധി പ്രതീക്ഷിച്ച വിധിയല്ല ഞാൻ പറഞ്ഞത്, പ്രതീക്ഷിച്ച ശിക്ഷയെക്കുറിച്ചാണ് പറഞ്ഞത്. അതെങ്ങനെ? ഒരിക്കലുമല്ല. അതെങ്ങനെ പ്രോസിക്യൂഷൻ പറയാം? അതാണ് പറഞ്ഞത്, ആ പോയിന്റാണ് പറഞ്ഞത്. പ്രോസിക്യൂഷൻ ഏറ്റവും ഫലപ്രദമായാണ് പ്രവർത്തിച്ചത്. മാത്രവുമല്ല, നിങ്ങൾക്കറിയാവുന്നതുപോലെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരാൾ, പവർഫുൾ എന്ന് പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയിലെ വളരെ പവർഫുള്ളായിട്ടുള്ള ആളുകളായിരുന്നു ഇതിൻ്റെ പിന്നിൽ ആരോപണ വിധേയരായി വന്നത്. പ്രത്യേകിച്ചും ദിലീപ് ആരോപണ വിധേയനായി വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വളരെ പവർഫുള്ളാണ്. ഫിലിം ഇൻഡസ്ട്രി ആസ് എ ഹോൾ അദ്ദേഹം അടക്കി വാഴുന്നൊരു കാലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെല്ലാം സമ്മർദ്ദങ്ങളായിരിക്കുമെന്ന് ആലോചിക്കൂ. ഈ ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടവരായിരുന്നു ഇതിലുണ്ടായിരുന്ന ഏതാണ്ടെല്ലാ സാക്ഷികൾ. ഞാൻ പ്രോസിക്യൂഷനെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പ്രോസിക്യൂഷൻ എത്രമേൽ കഠിന പ്രയത്നം നടത്തിയത് കൊണ്ടാകും ഇത് ഇങ്ങനെയെങ്കിലും എത്തിച്ചേർന്നത് എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണേണ്ടത്. കാരണം ഇതിൽ എല്ലാവരെയും സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന വിധം ശക്തനായിരുന്ന ഒരാൾക്കെതിരെ ആരോപണം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുമ്പോൾ അതിനെല്ലാം അതിജീവിച്ചൊരു വിധി വരിക, ദാറ്റ് ഈസ് ഗ്രേറ്റ്. പക്ഷേ അതേസമയം ഞാൻ ഈ പറഞ്ഞ ശിക്ഷാ കാലാവധി സംബന്ധിച്ചാണ് പറഞ്ഞത്. അത് നേരത്തെ ബിജി ചോദിച്ച വളരെ കറക്റ്റാണ്. ശിക്ഷ പരമാവധിയാവുക എന്ന് പറയുമ്പോഴാണ് ഈ ഒരു സന്ദേശം കൊടുക്കണമല്ലോ. പ്രത്യേകിച്ച് നിർഭയ സംഭവത്തിനെല്ലാം ശേഷം രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ശിക്ഷ എന്തുകൊണ്ടാണ് സമൂഹം ഉറ്റുനോക്കുന്നത്? ഇത്തരം കാര്യങ്ങളിൽ വളരെ മാതൃകാപരമായ ശിക്ഷ വരുമ്പോഴാണ്, പരമാവധി ശിക്ഷ വരുമ്പോഴാണ് അത് സമൂഹത്തിന് വലിയൊരു സന്ദേശം കൊടുക്കുക. ഇത്തരം കുറ്റകൃത്യങ്ങളെ നമുക്ക് ഭാവിയിൽ കൂടുതൽ തടയാൻ കഴിയുക. അതാണല്ലോ നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ കാരണം സമൂഹത്തിന്റെ ആവശ്യം അനുസരിച്ചല്ല കോടതി വിധി പ്രസ്താവിക്കുന്ന ജഡ്ജി പറഞ്ഞിരുന്നു. അല്ല, അതൊരിക്കലുമല്ല. സമൂഹത്തിന്റെ ആവശ്യം അനുസരിച്ചല്ല. പക്ഷേ സമൂഹത്തിന്റെ ആഗ്രഹങ്ങൾ നമുക്ക് പറയാലോ. സമൂഹത്തിന്റെ ആഗ്രഹങ്ങൾ പറയാൻ ഇന്ത്യയിൽ ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും അത് തന്നെ ഞാൻ പറഞ്ഞത്. അന്വേഷണത്തിനും ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും മികച്ച പ്രോസിക്യൂഷനാണ്. മികച്ച പ്രോസിക്യൂഷൻ ആയതുകൊണ്ടാണ് ഇത്രയും വലിയ എന്താ പറയുക കോംപ്ലിക്കേറ്റ് ആയൊരു കേസ്, ഒരുപാട് സമ്മർദ്ദങ്ങൾ ഇതിൻ്റെ സാക്ഷികൾക്കെല്ലാം നേരിടാവുന്നൊരു കേസ്, ആ കേസ് ഏറ്റവും ഫലപ്രദമായി കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞത് സമൂഹം ആഗ്രഹിച്ച വിധിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ശിക്ഷയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രോസിക്യൂഷൻ ഏറ്റവും മികച്ച ജോലിയാണ് ചെയ്തത്, അതിൽ യാതൊരു സംശയം വേണ്ട. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന വിധം ഏറ്റവും മികച്ച പ്രോസിക്യൂഷനായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കം പറയാൻ കഴിയില്ല. വിധി വന്ന ദിവസവും അങ്ങനെ ആരും പ്രോസിക്യൂഷനെ തള്ളിപ്പറഞ്ഞതായി നമ്മൾ കണ്ടില്ല. വ്യത്യസ്ത അഭിപ്രായമുള്ളവരും പ്രോസിക്യൂഷൻ നടത്തിയ എഫേർട്ടിനെ അംഗീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിപ്പോഴും അതുപോലെ തന്നെയാണ്. സമൂഹം പരമാവധി ശിക്ഷ ഇത്തരമൊരു കേസിൽ, നിഷ്ഠൂരമായൊരു കേസിൽ ആഗ്രഹിക്കുമല്ലോ. തീർച്ചയായും അതുമാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ കോടതി ലക്ഷ്യ നടപടികളുമായിട്ടെല്ലാം ഇപ്പോൾ മുന്നോട്ട് പോകും. ഇതിനെങ്ങനെയാണ്? അതിനെല്ലാം അങ്ങനെ ആരെങ്കിലും നീങ്ങിയാൽ കോടതി ഒരിക്കലും അതിനെയൊന്നും പൊതുസമൂഹം അംഗീകരിക്കുന്ന കാര്യമല്ലല്ലോ. മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത്തരം കേസുകളിൽ കോൺഗ്രസ് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? പ്രത്യേകിച്ച് UDF കൺവീനറുടെ ഒരു പ്രസ്താവന, അതോടൊപ്പം കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ
മാങ്കൂട്ടം പാലക്കാട്ടേക്ക് എത്തുമ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ ബൊക്കോട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ അവര് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. പൾസർ സുനിക്കുള്ള ബൊക്കയുമായി ശ്രീ അടൂർ പ്രകാശ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് അതിനുള്ള മറുപടി. കോൺഗ്രസ് അതിൻ്റെ നിലപാട് വളരെ വ്യക്തമാക്കിയല്ലോ, വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. UDF നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീ പീഡകർക്ക് ബൊക്കെ കൊടുക്കുന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ശ്രീ അടൂർ പ്രകാശ് പ്രഖ്യാപിച്ചു, അത് കോൺഗ്രസിൻ്റെ നേതാക്കൾ അവിടെ നടപ്പിലാക്കി. ശ്രീ സണ്ണി ജോസഫ് പ്രഖ്യാപിച്ചു, കോൺഗ്രസ് അവിടെ നടപ്പിലാക്കി. ശ്രീ സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് നിന്നും പൾസർ സുനിയുടെ വിയ്യൂർ ജയിലിലേക്ക് പുറപ്പെട്ടതായും മറ്റേ അദ്ദേഹം UDF കൺവീനർ ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ബൊക്കയുമായി പൾസർ സുനിയെ തേടി പോയി എന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.